ചേട്ടാ, ആരുടെയാ കുട്ടി? അറിയില്ലടേ. ഞാൻ റെയിൽവേ പാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഗുഡ്സ് ട്രെയിനിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. എന്താണ് കുട്ടി കരയുന്നത് നോക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോ തന്നെ എന്റെ പിന്നിൽ ഒരു വലിയ ഇരുമ്പിന്റെ റാഡ് വീണു. ഈ കുഞ്ഞവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടുണ്ടാവില്ലായിരുന്നു. ആണോ? അയ്യോ, ആരുടെ കുട്ടിയായിരിക്കും ഇത്? എന്തിനായിരിക്കും കുട്ടി ഉപേക്ഷിച്ചത്? അയ്യോ, ഇപ്പൊ ജനിച്ച കുട്ടിയെ പോലെ ഉണ്ട് ചേട്ടാ. ഇങ്ങനെ കുട്ടിയെ ഒഴിവാക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോലീസിൽ അറിയിച്ചാലോ? പോലീസിൽ അറിയിക്കാനോ? ബുദ്ധിയുണ്ടോ നിങ്ങക്ക്? നോക്ക്, ഈ കുട്ടിയെ നമുക്ക് കിട്ടിയതാണെന്ന് ആരോടും പറയണ്ട. അതെന്താ? അതെ ചേട്ടാ, കുട്ടികളില്ലാത്ത നമുക്ക് ഈ കുട്ടിയെ ദൈവം തന്ന പോലെയാ തോന്നണേ. നമുക്ക് വളർത്താൻ ചേട്ടാ. അയ്യോ, ഞാനത് ഓർത്തില്ല. ജീവൻ രക്ഷപ്പെട്ടപ്പോ എന്റെ ബോധമൊക്കെ അങ്ങ് പോയി. പിന്നെ അതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല. നീ പറഞ്ഞ പോലെ ഈ കുട്ടിയെ നമുക്ക് തന്നെ വളർത്താം. കരയല്ലേ മോളെ? പിന്നെ ചേട്ടാ, അതെ, ഈ കുട്ടിയെ നമുക്ക് കിട്ടിയകാരം മറന്നേക്ക്. ഇതിനി ആരോടും പറയണ്ട. പിന്നെ ഒരു കാര്യം, ഈ കുട്ടിയും ഈ സത്യം അറിയാൻ പാടില്ല, കേട്ടല്ലോ? എന്താ, എത്ര നേരമായി നിങ്ങൾ എടുക്കുന്നു? എങ്കിൽ താ. വാ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോ. എടുക്ക. ചന്ദ്രാനെ, എന്ത് പറ്റും? ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമല്ലേ ഏട്ടാ? അയ്യോ, മോള് വന്നത് നല്ല സമയത്താണല്ലോ. നടക്കുന്ന എല്ലാം സന്തോഷമുള്ള കാര്യമാണ്, അല്ലടാ കണ്ണ? നമ്മുടെ വീട്ടിൽ ഈ കുഞ്ഞു വന്ന മുതൽ നമുക്ക് സന്തോഷം തുടങ്ങി. നമുക്ക് മോക്കൊരു പേരിടല്ലേ? ഗൗരിന്ന് വിളിക്കാം, ഗംഗയെന്ന് വിളിക്കാം നമുക്ക്. ഒരുപാട് പൂജ ചെയ്ത് കിട്ടിയ നമ്മുടെ പൊന്നുമോളെ നമുക്ക് പൂജിത എന്ന് വിളിച്ചാലോ? എങ്ങനെയുണ്ട്? പൂജിത, പൂജിത, പൂജിത. ഇവരെവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടില്ല? ഇവരെവിടെയെങ്കിലും കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അല്ല, ആരൊക്കെ ഇവര്? ഇവരെ പറ്റി ഏട്ടൻ എന്തിനാ ഇങ്ങനെ അന്വേഷിക്കുന്നത്? അത് നല്ലോണം അറിയുന്നവരാ. പക്ഷേ അറിയുന്ന ആൾക്കാരെ പോലെയല്ലല്ലോ തോന്നുന്നത്. ഏട്ടൻ അന്വേഷിക്കുന്നത് കാണുമ്പോ കളഞ്ഞു പോയ ഭാര്യയും കുട്ടികളെ അന്വേഷിക്കുന്നത് പോലെയുണ്ട്.
അപ്പൊ എല്ലാവരും ഏട്ടനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും.